മുതിർന്നവർ ചില പഴഞ്ചൊല്ലുകൾ പറയും, എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു തരും അങ്ങനെ പോകരുത്, അവിടെ പോയാൽ പ്രശ്നമാണ് എന്ന്. ബനാന ടോക്ക് എന്ന് കേൾക്കും. ആ ഒരു ബനാന ടോക്കാണ് ഇന്നലത്തെ നമ്മളുടെ വിഷയം. വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് കുത്തിത്തിരിപ്പെന്നോ അല്ലെങ്കിൽ പരദൂഷണമെന്നോ കുഞ്ഞായ്മയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. ബിഗ് ബോസ് വരെയാണ്, 15-ാം തീയതി തൊട്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂസൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സീസൺ 6 ഒരു കാര്യം, ഒരു തേപ്പ് കഥ, തേപ്പാണോന്ന് ചോദിച്ചാൽ അല്ല, ചതിയാണോന്ന് ചോദിച്ചാൽ അല്ല, എന്നാണോന്ന് ചോദിച്ചാൽ അതെ എന്ന ഉത്തരം. അപ്പം ഞാനിത് നമ്മുടെ ഷൈൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്തുനിന്ന് എടുത്തതാണ്. നമുക്കതൊന്ന് കാണാം. ഞാൻ മാത്രം ബാച്ചിലറുള്ളൂട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണത്? അല്ല, ലിവിങ് ടുഗദർ അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. Still? Okay. ഒരു സാധാരണക്കാരൻ്റെ പെർഫോമൻസ് ആണ് ആ പറഞ്ഞ ആൾ അവിടെ കാഴ്ചവെച്ചത്. ഏത് വെള്ളഷർട്ടുകാരൻ്റെ കാര്യമല്ല കേട്ടോ, മറ്റേ ആൾ അതിശയിച്ച് അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് വാഴയാണ് ഇവൻ പറയണേ എന്നുള്ളത്. ഇതൊരു പെണ്ണ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? തള്ളി എന്തൊക്കെ കേൾക്കണം ആ പെണ്ണിന്. എന്താണ് ബനാന ടോക്ക് എന്നല്ലേ? ആ ബനാന ടോക്കിലേക്ക് വന്നാലേ ഇതിൻ്റെ ഒരു ശരിയായ സാധനം മനസ്സിലാവുള്ളൂ. ദാറ്റ് ബനാന ടോക്ക്, സ്പെസിഫിക് ബനാന ടോക്ക് ഈസ്, ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ള് ചെന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് ഡാമേജ്. മുള്ള് സ്റ്റിൽ ബി ദെയർ. മേ ബി മുള്ളിൻ്റെ തുമ്പ് അല്പം ഒന്ന് തട്ടും, അത്രയേ ഉള്ളൂ. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓൾവേസ് പ്രോബ്ലം വിത്ത് ഇല. ഇത് പഴമക്കാർ പറയുന്നതാ. ചില സമയത്ത് ഇവരൊക്കെ പറയണത് കറക്റ്റായിട്ട് ഭവിക്കാറുണ്ട്. നോട്ട് ദ പോയിന്റ്. ഒരു കാര്യം പറയാം, ഇവർ തമ്മിൽ പ്രണയമാണോ അല്ലയോ എന്ന് തന്നെ ആ സീസൺ മുഴുക്ക സംശയമായിരുന്നു. അത് അവസാനം മോഹൻലാൽ ചോദിച്ചിട്ടുണ്ട്, എന്തെന്നിത്, നിങ്ങളിത് എന്തെന്ന് കളിക്കണത്, എന്തെന്ന് കാണിക്കണതെന്ന്. ഉടനെ നമ്മുടെ ജാസു കൊച്ചു പറഞ്ഞാണ്, അറിഞ്ഞൂടലാലേട്ടാ, എനിക്ക് അറിഞ്ഞൂടലാലേട്ടാ, എനിക്ക് തന്നെ അറിയാൻ വയ്യ ഇത് എന്തൊരു വാഴയാണ് ഈ നടക്കണേന്ന് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ വാഴത്തോപ്പിൽ പോയിരുന്നു. കുറച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മാസം നല്ല റവന്യൂ ആയിരുന്നു. ഇവരുടെ വാഴത്തോപ്പ് ഉറക്കമൊഴിഞ്ഞ് ഞാനിത് കാണുമായിരുന്നു. എന്തുമായിരുന്നു. അതുപോലെ ഒരു സീസൺ ഇനി വരാനില്ല. അത്രയും സംഭവ ബഹുലമായ മറ്റൊരു സീസൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ അനുമോളുടെ സീസൺ വന്നല്ലോ, സീസൺ 7, 8ൻ്റെ പണി. അതിനകത്ത് ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. മാത്രമല്ല ബാക്കി ആ ലാസ്റ്റ് വന്ന 5 പേരുടെ ക്യാരക്ടർ അനലൈസേഷനും അതിൻ്റെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. മുഴുക്ക ഈ 2 വാഴകൾ ആ 3 വാഴച്ചോട്ടിലിരിക്കുന്നതായിരുന്നു സീൻ മുഴുക്ക. ഭയങ്കരമായിട്ട് ഹൈപ്പിൽ നിന്നൊരു പെങ്കൊച്ചായിരുന്നു. ഇപ്പം എവിടെ നിൽക്കുന്നു? എവിടെയോ എത്തേണ്ട കൊച്ചായിരുന്നു. കരിഞ്ഞ ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ കയറിയ മുത്ത ഗുണ്ടായിസവും കെടുകാര്യസ്ഥതകളും അടികൂടെ പണിയും അണ്ടർ ക്ലെയിമും ഒക്കെ കളിച്ച് അവസാനം എവിടെ പോയി നിൽക്കണം നോക്കിയാണ്. അവന് വല്ല കുലുക്കമുണ്ട. അവൻ സിമ്പിളായിട്ടാണ്, ഐ ആം സിംഗിൾ, ആർ റെഡി ടു മിങ്കിൾ, വാട്ട് ഈസ് യുവർ സിറ്റുവേഷൻ? എന്തായി? പൊന്നുപോലെ നോക്കുന്ന ഒരു നല്ല കുടുംബം വന്ന് ചേർന്നു. അതിൻ്റെ ഒപ്പം നിൽക്കുന്നതിന് പകരം അവൻ കൊണ്ടുവന്ന് അവിടെ വിട്ട സമയത്തും പറഞ്ഞു വൈഫീ, എൻ്റെ വൈഫീ എന്നൊക്കെ പറഞ്ഞാണ് ആ പാവപ്പെട്ടവൻ കൊണ്ടുവന്ന് അവിടെ വിട്ടത്. അമ്മാതിരി സ്നേഹിച്ച പയ്യന് ചാവിട്ടി കളഞ്ഞ ചെറുക്കൻ അവസാനം കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു. എന്തോരം സങ്കടം ഉണ്ടായിട്ടായിരിക്കും അമ്മാതിരി ഒരു ചെയ്ത്ത് ആ കുട്ടിയെടുത്ത് ചെയ്തിട്ടുണ്ടാവുക. കർമ്മഫലം എന്നൊക്കെ പറഞ്ഞത് ഇതുപോലെയാണ്. 8ൻ്റെ പണി. ഞാൻ ഈ കുട്ടിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പഞ്ചാര തോറ്റുപോകും. അമ്മാതിരി ഭംഗിയുള്ളൊരു കുഞ്ഞാ കേട്ടോ, കാണാനൊക്കെ നല്ല ചന്ത, ചൂപ്പറ, ഒന്നും പറയാനില്ല. സത്യത്തിൽ സങ്കടം തോന്നി. ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകാത്ത ഒരു പോർഷൻ എന്താണെന്നറിയാം. നമ്മൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ഉടനെ ജെൻസിയുടെ കാര്യം പിന്നെ പറയണ്ട, അയ്യോ ഏറ്റാ പള്ളി ഇതാ വരുന്നേ, അങ്ങനെയാണ് ഒറ്റകൾ. അതേസമയം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് തിരിയത്തില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ന്യൂസ് കേട്ടിരുന്നു. ഒരു കുട്ടീനെ പിടിച്ചു. കുട്ടിക്ക് 23 വയസ്സാണ്, പയ്യന്. എന്താ ക്രൈം എന്നറിയാമോ? 16 വയസ്സുള്ള പെൺകുട്ടീനെ സ്കൂളിൽ പോയി ബൈക്കിൽ കയറ്റി എവിടെയും കണ്ട കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവരുന്ന സമയം വൈകിപ്പോയി. ഇൻ്റർവെൽ സമയത്താണ് കൊണ്ടുപോയത്. ഇൻ്റർവെൽ തീർന്ന് തിരിച്ചു കൊണ്ടുവിടാമെന്ന് വെച്ചപ്പോൾ ഇവർക്ക് വരുന്ന വഴിക്ക് എന്തോ വരുന്നതിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടിൽ സമയം താമസിച്ചു. കൊച്ചു ക്ലാസ്സിൽ കയറാത്തത് കണ്ടിട്ട് ബാക്കി സഹപാഠികൾ ഇൻഫോം ചെയ്താൽ കുട്ടിക്ക് പ്രശ്നമില്ല. കാരണം 16 വയസ്സല്ലേ, അത് ചെറിയ കുഞ്ഞായിട്ട് തന്നെ പരിഗണിക്കപ്പെടുകയുള്ളൂ. അവളുടെ കുത്തിച്ചാട്ടവും കുന്തളിപ്പും കൊണ്ടാണ് ചാടിപ്പോയത്. ഈ പയ്യന് 23 വയസ്സുണ്ട്, പ്രായപൂർത്തിയായതാ. അപ്പോൾ ഇവന് പ്രശ്നം എന്തായി? ജാമ്യമില്ലാ വകുപ്പിനകത്ത്.
14 ദിവസത്തെ റിമാൻഡ് മസ്റ്റാണ്. പ്രണയമാണ്, ആ പെൺകൊച്ചിന് പ്രണയം തന്നെയാണ്. പ്രണയം ഇല്ലെങ്കിൽ അവൻ വിളിച്ചുടനെ ഇറങ്ങിപ്പോവും, പക്ഷേ കുറ്റം വരത്തില്ല. ഇനി ആ പെൺകുട്ടിയുടെ മുഖം പുറത്ത് കാണിക്കത്തില്ല, കാരണം അവൾ ഇരയാണ്. അവളെ പേര് പോലും നമുക്ക് പറയാനൊക്കത്തില്ല. ഇരയാക്കപ്പെട്ട കൊച്ചാണ്. എന്ത് ഇര? അവൻ വിളിച്ച് അവൻ ബൈക്ക് കൊണ്ടൊന്ന് ബിറും വെച്ച് കയറി കുത്തിയിരുന്ന് ആർക്ക് നഷ്ടം വന്ന്? അവിടെ നഷ്ടപ്പെട്ടത് ആ കുട്ടിക്കാണ്. ഒരു പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ഒരു 2 കൊല്ലം കൂടെ കഴിഞ്ഞ് അവളെ തന്നെ കല്യാണമൊക്കെ കഴിക്കുമായിരിക്കാം. ഈ ഒരു വയസ്സിൽ തോന്നുന്ന ഇൻഫാക്റ്റുവേഷൻ കൊണ്ട് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ട എന്താണ്? ഈ കുട്ടിക്ക് നഷ്ടപ്പെട്ട എന്താണ്? ഇവൻ്റെ വീട്ടിലേക്ക് ഇനി ആ പെങ്കൊച്ച് ചെന്ന് കയറിയാലുള്ള അവസ്ഥ, ഇവരെ ജയിലിലിട്ടതിന് ആ വീട്ടുകാർക്കുള്ള പക മാറുമോ? സോ ഒരു ഫ്യൂച്ചർ പ്ലാനും ഇല്ലാതെ എടുത്തു ചാടി എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും ഇങ്ങനെ ഒരു ഭവിഷ്യത്തുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനകത്ത് ഇതേത് റിവേഴ്സ് എഫക്റ്റ് ആണ്. ആ പെങ്കൊച്ചിൻ്റെ ക്ലവർനെസ് ഇവിടെ കപ്പറിയണം കാണിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒരു സാധാരണക്കാരൻ്റെ സംസാരമാണ് ആ സിനിമാ നടൻ അവിടെ ചോദ്യം ചെയ്തത്. ഷൈൻ അയാൾ ചോദിച്ചതാണ് ചോദ്യം, നീ എന്ത് വാഴയാണ് ഈ ലോകത്ത് നടക്കുന്നത്? ഇതിനെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരും, അയ്യോ സദാചാര അമ്മായി എന്ന് പറഞ്ഞാൽ പെന്നാലിലേക്ക് കയറാനായിട്ട് വരും. വാസ്തവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, ചില സംസ്കാരം നമ്മൾ കീപ്പ് ചെയ്യേണ്ട രീതിയിൽ കീപ്പ് ചെയ്യണം. ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കാണിക്കുന്നവരെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ കളിയാക്കിക്കൊണ്ടും അവൻ്റെ ഒപ്പം ചുറ്റാനും ഊര് ചുറ്റാനും തെണ്ടാനും ഒക്കെ പോയിട്ട് ഒരു പോഷനെങ്കിലും അവൻ നിന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ്റെ പെങ്ങളായിട്ടെങ്കിലും അവൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇത്രയും വലിയൊരു ചീത്തപ്പേര് അവൻ വാങ്ങിച്ചു തന്നിട്ട് ഇപ്പോൾ അവൻ നിസ്സാരമായിട്ടിരുന്ന് കൈ കഴുകി വർത്താനം പറയും. ഇതിൽ യേശപ്പനെ കുരിശി കയറ്റാൻ പോയപ്പോഴത്തേക്ക് ശോളമൻ കൈ കഴുകിയിട്ട് എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറയുന്നത് പോലെയുള്ളൂ. തലങ്ങും വിലങ്ങും തലകുത്തി മറിഞ്ഞാലും ഈ ബന്ധം അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് സാധിക്കത്തില്ല. അപ്പോൾ എന്താണെന്നറിയാമോ, ഇതിനകത്ത് നഷ്ടം എന്താണെന്നറിയാം? അവനിക്ക് ഇതിനകത്ത് ഒന്നുമില്ല, നഷ്ടപ്പെട്ടത് മറ്റേ കൊച്ചിനാ. നല്ല അവസരങ്ങൾ കിട്ടുമായിരുന്നു, നല്ല രീതിയിൽ വന്നതായിരുന്നു. കുറച്ച് ആറ്റിറ്റ്യൂഡുള്ള കുട്ടിയാണ്, അഹങ്കാര വർത്തമാനമുണ്ട്, അതൊക്കെ പെൺകുട്ടികൾക്ക് അല്പം നല്ലതാണ്. ഇച്ചിരി ആറ്റിറ്റ്യൂഡൊക്കെ ബെസ്റ്റാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിലാണ് ആ കപ്പ് അവൾക്ക് കിട്ടേണ്ടതായിരുന്നു. അവസാനം പട്ടിക്കൂട്ടിൽ എടുത്തിരുത്തി വെളിയിൽ കൊണ്ടുപോയി. ഞാൻ അന്നൊക്കെ ഒത്തിരി സത്യം എന്നെ സന്തോഷിച്ചിരുന്നു. കാരണം അത്രത്തോളം എനിക്ക് സൈബർ ബുള്ളിങ്ങും മാനസിക പീഡനവും എൻ്റെ ചാനൽ പൂട്ടിക്കാനുള്ള പൈസ വരെ കൊടുത്ത മിടുക്കിയായതുകൊണ്ട് അവൾക്കത് കിട്ടണമെന്ന് തന്നെ തോന്നിയെങ്കിലും ഇപ്പം എനിക്ക് നിന്നെ ഓർക്കുമ്പോൾ സത്യത്തിൽ സഹതാപമുണ്ട്, പാവം തോന്നുന്നു. ഗതികേടൊന്നും ആലോചിച്ച് നോക്കിക്കാണ്, സുഹൃത്തായിട്ട് പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആർക്കൊക്കെയോ വേണ്ടി എന്തിനോ വേണ്ടി തിളച്ചതാണ് ഇത്. കുറേ വാഴകൾ ഉണ്ടായിരുന്നല്ലോ സഹോദരന്മാരായിട്ട്. ഈ വാഴകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, പലരെയും സഹോദരനാക്കാനും സ്ക്രൂ വെച്ച് കൊടുക്കാനും ബൂസ്റ്റപ്പ് ചെയ്യാനും ഒക്കെ നടക്കുന്നുണ്ട്. വാഴ സായി എണ്ണനായിരുന്നു സേട്ടൻ വലിയ കാര്യത്തിൽ വീപ്പൊക്കെ വീർപ്പിച്ചങ്ങോട്ട് ചെന്നു, ഞാനിപ്പോൾ ചോദിക്കും, ഞാനിപ്പോൾ സെറ്റാക്കും എന്നിട്ട് അവിടെ പോയി നിയമം ലംഘിച്ചതേ സായി. അവിടുന്ന് പുറത്തേക്ക് വന്നപ്പോഴും നിയമം ലംഘിച്ചത് സായി. മൊത്തത്തിൽ ഈ കുളമാക്കിയത് കൂടെ നിൽക്കുന്നവരെ ജീവിതം നശിപ്പിച്ചത് സായിയാണെന്ന് ഞാൻ പറയും. ഈ ഒരു വിഷയത്തിൽ ഈ കൊച്ചിൻ്റെ ലൈഫ് വെച്ച് കളിച്ചത് അവനാണ്. നല്ലൊരു സഹോദരനാണെങ്കിൽ സ്വന്തം പെങ്ങൾക്ക് ഇങ്ങനെ ഒരു പാകപ്പിഴ വരുന്നുണ്ടെങ്കിൽ അല്പം മനസാക്ഷിയോട് കൂടി അവളെടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ നടന്നേന്. എനിക്ക് അതിനെക്കാട്ടിയൊക്കെ ഇത് തോന്നി എന്തെന്നറിയാമോ, കൂടെ കൊണ്ടിടുന്ന കൂക്കി ചേച്ചിയാണ് അതിനേക്കാൾ വലിയ പണി കൊടുത്തത്. പാപ്പാക്കും കുടുംബത്തിനും ഒക്കെ മനസ്സിലായി. കേടി വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, അത് ശരിയാവത്തില്ല, നീ ഇത് ക്വിറ്റ് ചെയ്ത് പുറത്തു പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് മോങ്ങി പ്രഹസനം കാണിച്ചിട്ട് പിന്നെ വൈരാഗ്യമായി. എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്നായി. ഇത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയതാണ്. സത്യത്തിൽ വിഷമമുണ്ട് കേട്ടോ, സത്യമായിട്ടും പറയണം, ആത്മാർത്ഥമായ വേദനയുണ്ട്. ഒരു പെൺകുട്ടിക്ക് എങ്ങനെയൊന്ന് വന്നതിൽ വളരെ വേദനയുണ്ട്. പിന്നെ നിനക്ക് എന്ത് സംഭവിച്ചെന്ന് നീ ചോദിച്ചുകൊണ്ട് വരണ്ട, എനിക്കറിയത്തില്ല. ബട്ട് ഇത് കേൾക്കുമ്പോഴുള്ള ഫീലിംഗ് ഒരു ലോഡ് പുച്ഛം. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ, ഈ കുട്ടി തന്നെ പല ഇൻ്റർവ്യൂകളിലും ജോഷ് ടോക്കിലും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ ഒരുപാട് സ്ട്രഗിളിൽ കൂടിയാണ് മുന്നോട്ട് വന്നത്. കുടുംബത്തിലുള്ളവർ ഡ്രസ്സ് കൊടുക്കാതെ, അവർ നല്ല ഡ്രസ്സ് ഇടുമ്പോൾ അത് വാങ്ങിക്കാൻ പറ്റാതെ, വാപ്പായുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത ഒരു ജീവിതമാണെന്നൊക്കെ ഈ കുട്ടി പറയുന്നത് ഞാൻ പിന്നീടാണ്, ജോഷ് ടോക്സ് ഒക്കെ പിന്നീടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ വളരെ സിമ്പതി തോന്നും. നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് മുന്നേറി വന്നതാണ്. എന്നോട് സംസാരിക്കുന്ന സമയത്തും അത് പറഞ്ഞത് അങ്ങനെ തന്നെ. പക്ഷെ അപ്പോഴും അവൾ എടുത്തു പറഞ്ഞൊരു കാര്യം, എനിക്ക് കല്യാണം കഴിക്കണം എന്ന്. ഇപ്പോഴും വൈകിയിട്ടില്ല, വയസ്സത്രയും ആയിട്ടുമില്ല. നല്ല രീതിയിൽ ആ എഡ്യൂക്കേഷൻ, ആ കരിയർ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ഇഗ്നു യൂണിവേഴ്സിറ്റി പോയിട്ടാണെങ്കിൽ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ, അതായത് മറ്റുള്ളവർ വിരൽ മൂക്കത്ത് വയ്ക്കുന്ന രീതിയിൽ നന്നായി തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഒരു സൂചനയെങ്കിലും കിട്ടിയാൽ അപ്പം തന്നെ അതിനെ കേട്ടി അങ്ങോട്ടേക്കണം. അല്ലാച്ചാൽ ഇത് ഭാവിയിൽ എത്രത്തോളം ദോഷം ചെയ്യുമെന്ന് അവൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ വാഴ ജന്മമേ ഒന്നും പറയാനില്ല. അനുഭവി രാജ അനുഭവി എന്ന് മാത്രമേ പറയാനുള്ളൂ.
ഒന്നുമില്ല, കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് എന്നെ പൊങ്കാലയിടാനും എന്നെ ഉച്ചി അഹൂറ് അഗൂറ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ കയറാനൊന്നും വരണ്ട. കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. ഒരല്പം ചിന്താശേഷി ഉണ്ടായിരുന്നെങ്കിൽ ലൈഫ് ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കത്തില്ല. അവനൊരു കുന്തവും നഷ്ടപ്പെട്ടിട്ടില്ല. നിനക്കോ നഷ്ടത്തിൻ്റെ വലിയൊരു കണക്ക് പറയാനുണ്ടാകും. ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ പോലും ആ അല്പലാഭത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ആ ലാഭം കഴിയുമ്പോൾ നീ വെറും ചണ്ടിയായി മാറ്റപ്പെടുമെന്നുള്ളതാണ്. പുറത്തിറങ്ങാൻ പറ്റാതെ, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാതെ വല്ലാത്തൊരു ചട്ടക്കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ഫംഗ്ഷനിൽ വെച്ച് കാണുമ്പോൾ ഇവന് ചുറ്റും നടക്കുന്ന ഒരു സൗരയുധം, അല്ലെങ്കിൽ അവന് ചുറ്റും നടക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് എനിക്ക് അപ്പോഴും ഫീൽ ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അവൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ അവഹേളിക്കത്തില്ലായിരുന്നു. ഇതൊരു അവഹേളനമാണെന്ന് വെച്ചാൽ പൂർണ്ണമായും ഒരു അവഹേളനമാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, അങ്ങനെ ചിന്തിക്കല്ലേ എന്നെങ്കിലും അവനത് തിരുത്താമായിരുന്നു. അയാൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തെന്നും ആങ്കർ എന്തിനാണ് ചിരിച്ചതെന്നും ഒക്കെ ഗബ്രിക്ക് അറിയാം. പക്ഷെ ഗബ്രി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവനൊന്നും സംഭവിക്കാനില്ല. നമ്മളെ സാമൂഹ്യ വ്യവസ്ഥ അതാണല്ലോ. ആണിനൊന്നുമില്ല, ചുമ്മാ അങ്ങ് തേച്ച് കളഞ്ഞിട്ട് എഴുന്നേറ്റ് പോയാൽ മതി. പക്ഷെ പെണ്ണനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് കൊണ്ടാണ് പറയുന്നത്. നേരത്തെ ഞാൻ 16 വയസ്സുകാരിയുടെ കഥ പറഞ്ഞതും അതുകൊണ്ടാണ്. ഒന്നും നഷ്ടപ്പെടത്തില്ല. ആ കുട്ടി ഈ ഒരു 14 ദിവസം കഴിയുമ്പോൾ ജാമ്യം എടുത്ത് പുറത്തേക്ക് വരും. അവളെയും കൊണ്ട് പുറത്തേക്ക് പോയതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, മീൻസ് ഞാൻ പറഞ്ഞ കണക്ക് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, കൺസെൻറ്റോട് കൂടിയാണെങ്കിൽ സംഭവിച്ചാണ് പറയുകയാണ്. സംഭവിച്ചിട്ടില്ല എങ്കിൽ അവൻ സേഫ് സോണിലാണ്. പക്ഷെ ജീവിതത്തിൽ ഇനി മറ്റൊരു ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലേ. പെൺകുട്ടികളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ജനറേഷനോ അല്ലെങ്കിൽ ഇനി അതിനെക്കാട്ടി മുന്നോട്ടുള്ള ജനറേഷനോ എന്ത് വാഴകളാണെങ്കിലും ചിലയിടങ്ങളിൽ നമ്മൾ ചില കൺട്രോൾസ് വേണം. ഇപ്പം റീസെൻ്റ്ലി ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടീനെ പാറക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നു കൂട്ടുകാരൻ. അവിടെ വെച്ച് കൂട്ടുകാരൻ്റെ അവൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ആ കുട്ടിയെ നശിപ്പിക്കുന്നു. എന്നിട്ട് പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ് കൊല്ലുന്നു. അത് കുറേ പഴയ വാർത്തയാണ്. അത് കാമുകൻ കൊണ്ടുപോയതാണ്. കാമുകൻ്റെ കൂട്ടുകാരല്ല അത്. അവിടേക്ക് വന്ന ആണുങ്ങളാണ് അത് ഉപയോഗിച്ചത്. പണ്ടൊക്കെ ഇത് നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു. പെണ്ണുങ്ങളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ടൂറിനൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോൾ അവിടെയുള്ളവർ ചേർന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതി. ഇത് മാറാനായിട്ട് നമ്മൾ വസ്ത്രധാരണത്തിൻ്റെ കാര്യം അതൊന്നുമല്ല ഇവിടെ പറയുക. ആ മെൻറ്റാലിറ്റി മാറാൻ നല്ല സമയമെടുക്കും. അതിന് നമ്മൾ പെൺകുട്ടികൾ സ്ട്രെങ്ത് ആവുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറി അല്ല എന്ന് നമുക്ക് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഗതികേട് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടികൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. അതിന് ഈ ഒരു ഇൻഫ്ലുവൻസറെ നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു വലിയ തിരിച്ചറിവാണ്. നമ്മുടെ വാല്യൂ ആദ്യം നമുക്ക് മനസ്സിലാകണം. നമ്മൾ എന്താണെന്ന്. നമ്മളെ ഒട്ടി നിൽക്കുന്നവർ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണെന്നും അവരുടെ ലാഭം കഴിയുമ്പോൾ നമ്മളെ ചണ്ടിയാക്കി വലിച്ചെറിയുന്നു. അന്ന് നമുക്ക് തിരിച്ചു കയറാൻ പറ്റാത്തൊരു കിണറിലേക്ക് നമ്മൾ വീണ് കിടന്നു പോകുമെന്നുള്ള തിരിച്ചറിവുണ്ടാവും. ഇനിയും സമയം വൈകിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.